കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം യോഗം ചേർന്നു. മാരിടൈം ബോർഡ് സിഇഒ പങ്കെടുത്തു. തുടർച്ചയായി കപ്പലപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ഇന്നലത്തെ തീപിടുത്തത്തിൽ കണ്ടെയ്നറുകളുടെ സ്ഥിതി അറിയില്ല. 3 ദിവസം കൊണ്ട് തീരത്തടിയാം. മാരിടൈം ബോർഡിന് കൂടുതലായി ഒന്നും ചെയ്യാനില്ല. മാരിടൈം ബോർഡും കോസ്റ്റൽ പോലീസും എല്ലാം ജാഗ്രത പുലർത്തുന്നുണ്ട്. സത്വര നടപടിയെടുക്കേണ്ടത് കപ്പൽ കമ്പനിയാണെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. മാരിടൈം ബോർഡ് ചെയർമാൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ നാവികസേനയ്ക്കും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനുമാണ് കൂടുതലായി ചെയ്യാനുള്ളത്. അവരെ സഹായിക്കുക എന്നൊരു കർത്തവ്യമാണ് മാരിടൈം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറ്റു നടപടികൾ അവർ കൃത്യമായി തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. നാവികസേനയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും എല്ലാം രക്ഷാപ്രവർത്തനം, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ശക്തമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ കപ്പൽ അപകടവും ആയും ഇന്നലെ ഉണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഷിപ്പിംഗ് മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വന്നു, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെല്ലാം തന്നെ വന്നു. ഇന്നലത്തെ അപകടമാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് കണ്ടെയ്നറുകളിലെ അപകടകരമായ വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ള ഉണ്ട് എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കരയ്ക്കടിഞ്ഞാലുള്ള അപകടം, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തുടങ്ങിയവയെ സംബന്ധിച്ചെല്ലാം തന്നെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. എക്സ്പ്ലോസീവ് വിഭാഗവും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിനിധികളും ഷിപ്പിംഗ് മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ വിവിധ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിച്ചു. കണ്ടെയ്നറുകൾ കൊച്ചി അടക്കമുള്ള തീരങ്ങളിലേക്ക് അടിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രധാനമായും യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് പരക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തീ പൂർണ്ണമായും തന്നെ കെടുത്തേണ്ടത് എത്രമാത്രം കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം അതിനുള്ള പരിശ്രമങ്ങൾ വലിയ തോതിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല. മാത്രമല്ല കപ്പൽ ചെരിയുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതെല്ലാം തന്നെ കപ്പൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്കായിരിക്കും എത്തിക്കുക. എന്നാൽ ആ കണ്ടെയ്നറുകൾ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴുകി എത്താതിരിക്കാനുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മാരിടൈം ബോർഡിന് കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്നും കോസ്റ്റൽ പോലീസ് ഒപ്പം ജാഗ്രത പുലർത്തുന്നുണ്ട്. മാരിടൈം ബോർഡും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെയാണ്. കാരണം തീരത്ത് 2-3 ദിവസത്തിനുള്ളിൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. തീരത്തേക്ക് അടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന കാര്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് നടപടിയെടുക്കേണ്ടത്. ജീവൻ രക്ഷിക്കുക എന്ന ഒരു നടപടിക്ക് തന്നെയാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അത് പ്രകാരം കോസ്റ്റ് ഗാർഡും ഷിപ്പിംഗ് നേവിയും എല്ലാം തുടക്കത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഉള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. അത് ഇപ്പോഴും തുടരുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതലും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ് എന്ന കാര്യമാണ് മാരിടൈം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരി ജിജേഷ്.